എന്ന് പറയുന്നത് എന്നോട് സ്റ്റഡി വ്ലോഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി. അപ്പോൾ നമുക്ക് സ്റ്റഡി വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. യൂട്യൂബിൽ എക്സാം വിന്നർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടിപൊളി ക്ലാസ്സാണ്. +2 വരെ ഉള്ളൂ, എനിക്കില്ല, എന്നാലും +2 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ എക്സാമിൻ്റെ ലേണിംഗ് ആപ്പ് അടിപൊളി ആപ്പാണ്. കൂടാതെ ഇവർ കുറേ ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറേ വീഡിയോസൊക്കെ ഇവർ ഇതിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ +1 +2 ഇവരുടെ ഒരു ക്ലാസ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുട്ടി സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ടീച്ചേഴ്സ് ഉണ്ടാവുമോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അറിയത്തില്ല. സെപ്പറേറ്റ് ടീച്ചർ ഉള്ളത് ഇൻ്റർവെൽ ക്ലാസ്സസിലാണ്. പിന്നെ ഞാൻ സ്റ്റഡി റൂട്ടീൻ രാവിലെ പറഞ്ഞിട്ട് പോയതാണ്. കോളേജ് കഴിഞ്ഞ് ഇപ്പോഴാണ് കേട്ടോ വന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഞാൻ പഠിക്കുമ്പോൾ മെയിനായിട്ട് ഇപ്പം ഞാൻ ഈ ഒരു ഇംഗ്ലീഷാണ് പഠിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഞാൻ മെയിൻ പോയിൻറ്റ്സ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയതൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പഠിക്കാറ്. പിന്നെ മെയിനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഉള്ള കുട്ടികളാണെങ്കിൽ മെയിനായിട്ട് നമുക്ക് ഈ ടീച്ചർ പറഞ്ഞു തരുന്ന പോയിൻ്റ് അല്ലാതെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് നമുക്ക് തോന്നുന്നു. നമുക്കിപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് കുറേ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ പറയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലാസ് ടൈമിൽ അണ്ടർലൈൻ വെറുതെ പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ട് കുറേ പേരിങ്ങനെ ഒരു ഗ്രീൻ കളർ റോസ് കളറിലൊക്കെ ഒരു ഹൈലൈറ്റർ അത് വെച്ചിട്ടൊക്കെ മാർക്ക് ചെയ്യുന്നവരുണ്ടാവും. വീട്ടിൽ വന്നിട്ടായിരിക്കും അവർ മാർക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അടിപൊളിയാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ വരച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലോണം പഠിയും. പിന്നെ കുറേ പേര് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടിക്കൊണ്ടേ പഠിക്കും. അത് നമുക്ക് ഇപ്പോൾ ഏതിലാണ് ഇൻട്രസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ഇപ്പോൾ വേറെ എൻ്റെ അനിയത്തിക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പാട്ട് പാടി ഈ പഠിക്കുന്ന സംഭവമില്ലേ, ഇറ്റ് മീൻസ് ടു മേക്ക് അങ്ങനെ പാട്ട് പാടി പഠിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഹോബിയൊക്കെ. ചിലവർക്ക് പഠിക്കാനേ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഈ ഒരു കാര്യം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് എക്സാം ടൈമിൽ നോക്കിയാലും പോലും മതി. അത്രയ്ക്കും ബെനിഫിറ്റാണ് ഈ ഒരു സംഭവം. പിന്നെ ഗൈസ് എന്നെ കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. പിന്നെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, നമുക്ക് ടീച്ചർ ഇങ്ങനെ നോട്ട്സ് എഴുതി തരുന്നതൊക്കെ ഇല്ലേ, വേറെ നോട്ട്സിൽ നമ്മൾ എഴുതി പഠിക്കും. നമുക്ക് റഫായിട്ടൊക്കെ നോട്ട്സ് ഉണ്ടാവുമല്ലോ. ഞാൻ ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ ഇല്ലേ, ഇപ്പോൾ ഇത് ഇംഗ്ലീഷ് നോട്ടാണെങ്കിൽ ഇംഗ്ലീഷൊക്കെ ഞാൻ വേറൊരു അതിന് വേണ്ടി വീട്ടിലൊരു നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു 5 ടൈംസെങ്കിലും മാക്സിമം കോള് വന്നാൽ ഗൈസ് 5 ടൈംസെങ്കിലും മാക്സിമം ഞാൻ ഇതിൽ എഴുതി വയ്ക്കാറുണ്ട്. 5 ടൈംസെങ്കിലും നമുക്ക് എത്ര പ്രാവശ്യം എഴുതിയാൽ പഠിയൂ അത്രയും പ്രാവശ്യം എഴുതുക. സോ എനിക്ക് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം, എനിക്കൊരു കുട്ടി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റഡി വ്ലോഗ് ചെയ്യുക, മോട്ടിവേഷൻ തരുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആ കുട്ടീൻ്റെ ഇത് ഞാൻ ഈ സൈഡിൽ ആ കമൻറ്റ് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. ഇതിലല്ല, ഫസ്റ്റ് തന്നെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അന്നന്ന് എന്ത് പഠിക്കണം എന്നുള്ളൊരു ടൈം ടേബിൾ. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇന്നത്തെ ദിവസം ഇംഗ്ലീഷ് ബിസിനസ് മാനേജ്മെൻറ്റ്, കോളേജ് ആയത് കാരണം ബിസിനസ് മാനേജ്മെൻറ്റ്, പിന്നെ അക്കൗണ്ടൻസി, ഇങ്ങനെ 3 അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ് അങ്ങനെ എന്തോ പേര് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 3ഉം ഞാൻ ഇന്ന് പഠിക്കും. സോ ഓരോ നിങ്ങൾക്ക് ഏത് ടൈമാണോ കംഫർട്ടബിൾ ആ ടൈമിൽ നിങ്ങൾ ഈ ടൈം ടേബിൾ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. ഇത് ഒരു കാര്യമാണ്. ഞാൻ ഓൾറെഡി ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഒരു സംഭവം. പ്രൊഡക്റ്റീവ് സ്റ്റഡിയാണ് കേട്ടോ. അപ്പോൾ ആർക്കും ഇഷ്ടമായില്ല. കാരണം ഞാൻ അതൊരു
അന്ന് എനിക്ക് അത്രയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും അറിയത്തില്ല. ഇന്ന് എന്തായാലും വീഡിയോ ഒക്കെ എടുക്കാൻ അത്യാവശ്യം അറിയാം. ഓക്കെ, അപ്പോൾ എൻ്റെ സ്റ്റഡി സ്റ്റഡി വ്ളോഗ് ആയിക്കോട്ടെ, റൊട്ടീൻ ആയിക്കോട്ടെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.